2019 തെരഞ്ഞെടുപ്പിലെ ദേശീയ രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയായിക്കോട്ടെ. 2021 നമ്മളുടെ നാട്ടിലുണ്ടായ രോഗാവസ്ഥയും കാര്യങ്ങളൊക്കെ LDFിന് അനുകൂലമായെന്നുള്ള ഒരു രാഷ്ട്രീയമായ ഒരു നിരീക്ഷണമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നേരത്തെ ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ LDF ഗവൺമെൻറ്റിൻ്റെ ഭരണപരമായ പരാജയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയല്ലേ. ജനങ്ങളുടെ മുമ്പിലുള്ള കാര്യം എന്താണ്? അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നാണ് സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള രാഷ്ട്രീയം അറിയുന്നവരൊക്കെ ചിന്തിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ചില MLA-മാരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കാൻ CPM താല്പര്യപ്പെടുന്നു, മന്ത്രിമാരെ സ്ഥാനാർത്ഥികളാക്കാൻ താല്പര്യപ്പെടുന്നതൊക്കെ പറയുന്നില്ലേ. ഇവിടെയൊക്കെ ബൈ ഇലക്ഷൻ വന്നാലത്തെ സ്ഥിതി എന്താ ശ്രീമതി മാധു? രാജിവെക്കുകയോ വേണ്ടതൊക്കെ വേറെ വിഷയം. പക്ഷേ ബൈ ഇലക്ഷൻ വന്നാൽ CPM-ന് പഴയ പോലെ ജയിച്ചു കയറാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? അപ്പോൾ അത്ര ഒരു അവസരം ഉണ്ടാക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CPM ഈ സ്ഥാനാർത്ഥികളെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞത്. പിന്നെ മാധു ചോദിച്ച ചോദ്യം, ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നോക്കൂ, കർണാടകത്തിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ഷെട്ടാർ അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നു. അതെന്താ വരാൻ കാരണം? കോൺഗ്രസ് അധികാരത്തിലെത്തും എന്നൊരു ധാരണയുള്ളതുകൊണ്ട് അദ്ദേഹം വന്നു, അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. കമൽനാഥിൻ്റെ കാര്യത്തിൽ കമൽനാഥ് പോയിട്ടൊന്നുമില്ല. പിന്നെ പോകും എന്ന് പറഞ്ഞ് ചർച്ചയാവുന്നുണ്ട്. അദ്ദേഹം പോകുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ തന്നെ അതിനൊരുപാട് കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇപ്പോൾ അശോക് ചവാൻ പോയപ്പോൾ അതിന് അദ്ദേഹം ഒരു കാരണവും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം കോൺഗ്രസിനെയും കുറ്റം പറഞ്ഞില്ല. പക്ഷേ എന്താണ് കാരണമായിട്ട് കണ്ടെത്തിയത്? എന്താണ്? ഒരു കേസ് നടത്തുന്നുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പരിധിയിലുള്ള ഒരു കേസ് ഉണ്ടെന്ന് വന്നു. ശരി, അസം മുഖ്യമന്ത്രി ഹെമന്ത് ബിശ്വ ശർമ്മ അദ്ദേഹം കോൺഗ്രസ് തന്നെയായിരുന്നു. അദ്ദേഹം എങ്ങനെ പോയി? നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും. എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഹൈന്ദവരുടെ മൊത്തം ഉത്തരവാദിത്വം ഞങ്ങളാണെന്ന് കരുതുന്ന ഒരു പാർട്ടി, ആ പാർട്ടി ചില കാര്യങ്ങൾക്കായിട്ട് ആ പാർട്ടി ഉണ്ടാക്കാവുന്ന ചില രാഷ്ട്രീയമായ ചില താല്പര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രതിഫലിക്കുമോ? ഒന്ന്. അതോ അരിയില്ല, മുളകില്ല, പരിപ്പില്ല തുടങ്ങിയ കാര്യങ്ങൾ പ്രതിഫലിക്കുമോ? 2 ശമ്പളം പ്രതിഫലിക്കുമോ? 3 പെൻഷൻ പ്രതിഫലിക്കുമോ? 4 വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ പ്രതിഫലിക്കുമോ? 5 അഴിമതി പ്രതിഫലിക്കുമോ? ഇതൊക്കെ കേരളത്തിലുണ്ട്. ഇതെല്ലാം ബാധിക്കുമ്പോൾ ഇവിടെ UDFിൻ്റെ നില ഭദ്രമാണെന്ന് തന്നെ പറയാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ CPM-ൻ്റെ പ്രതിനിധിയായി വന്നിട്ടുള്ള സുഹൃത്ത് റെജി പറഞ്ഞ എന്താണ്? കോൺഗ്രസിൻ്റെ MP-മാരെ മാറ്റുന്നില്ല. കാരണം MP-മാരുടെ പ്രകടനം മെച്ചപ്പെട്ടാണെങ്കിൽ അവർ സ്വയം ഒഴിവാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഒഴിവാക്കും. കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ അവർ അല്ല, ജനദ്രോഹി എന്നുള്ള അവരുടെ രാഷ്ട്രീയമായ എതിരഭിപ്രായമല്ല. അതൊരു ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇവിടെ ആലപ്പുഴ MP ആരിഫിനെ അവർ മാറ്റുമോ? ഇല്ല. ഇന്നിപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മളൊരു കൗതുകമാണ് കേട്ടോ. CPM-ൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വയനാട്ടിൽ പോയില്ല. അവിടെ KK ശൈലജ MLA പോയി ഇല്ലേ? പാർട്ടി തീരുമാനമാണോ ശൈലജ ടീച്ചർ അവിടെ പോയത്? എനിക്ക് തോന്നുന്നില്ല. മുഖ്യമന്ത്രി കോഴിക്കോട്ടുണ്ട്, അദ്ദേഹം പോയിട്ടില്ല. വനമന്ത്രി പിന്നെ കോൺഗ്രസിൻ്റെ NCP ആണ്, പോട്ടെ. അവിടുത്തെ MLA ആയ ഒരു CPM-ൻ്റെ MLA അദ്ദേഹം അവിടെ ഇന്നലത്തെ ആ ഒരു പ്രതിഷേധത്തെ ഭയന്ന് അങ്ങോട്ട് ചെന്നില്ലെന്ന് പറയുന്നു. അത് പാർട്ടി തീരുമാനമാണോ? അങ്ങനെയാണെങ്കിൽ KK ശൈലജ വയനാട്ടിൽ പോയത് വലിയ ചർച്ചയാവേണ്ടതല്ലേ? കാരണം CPM-ലെ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ പേരുള്ള ഒരാളാണ് ശൈലജ ടീച്ചർ. എങ്ങനെ? വാർത്താ മാധ്യമങ്ങളിൽ. അപ്പോൾ ശൈലജ ടീച്ചർ അവിടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിതാ പോകുന്നു, നമ്മുടെ മുഖ്യമന്ത്രി വന്നില്ല, ഞങ്ങളുടെ മന്ത്രിമാർ വന്നില്ല എന്നൊരു സന്ദേശം കൊടുത്താൽ അത് ഏതെങ്കിലും രീതിയിൽ നേട്ടമുണ്ടാകുമോ? എനിക്കറിയില്ല കേട്ടോ. ഞാനത് ഒരു കൗതുകമായതുകൊണ്ട് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ CPM-ൽ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ പഴയ പോലെയുള്ള ആശയ തത്വസംഹിതകളോ അല്ലെങ്കിൽ അവരുടെ അച്ചടക്കമൊന്നും ഇപ്പോൾ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും വരണ്ടല്ലോ. പണ്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും തിരുത്തേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ മാത്രം ഞാൻ പറയാം, എത്ര സമരം, അതിനുശേഷം തിരുത്തി ബജറ്റിൽ തിരുത്തിയിട്ടിപ്പോൾ എന്താണ്? ആ തിരുത്തിയതിൽ ഉറച്ചു നിൽക്കാൻ പോലുമുള്ള ഒരു ആർജവം ആ പാർട്ടി കാണിക്കുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്തായാലും ശരി, സ്ഥാനാർത്ഥി എന്തായാലും ശരി, ഒറ്റ ചിന്തയേ ഉള്ളൂ, അത് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിൽ ജയവും തോൽവിയുമാണ്. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അജണ്ട എന്താണ്? CPM-ൻ്റെ ഇടതുമുന്നണിയുടെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട എന്താണ്? കോൺഗ്രസ് വിരുദ്ധമാണോ? എങ്കിലിത് പറ. BJP വിരുദ്ധവും കോൺഗ്രസ് വിരുദ്ധവും ഒരുമിച്ചാണോ? എങ്കിലിത് പറ. അതല്ല, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി BJPക്ക് താല്പര്യമുണ്ട്, ആ BJPയുടെ താല്പര്യത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി CPM ശ്രമിക്കുമോ? എങ്കിൽ അത് പറ. അജണ്ടയില്ല. ആദ്യ അജണ്ട നിശ്ചയിക്ക്. പുതുപ്പള്ളിയിൽ അജണ്ടയില്ലാതെ പോയി.
അവിടെ ഉമ്മൻചാണ്ടിയുടെ വികസനത്തെ കുറ്റം പറഞ്ഞു പോയി, തോറ്റു തുന്നം പാടി. അതുപോലെയായിരിക്കും ഇത്തവണയും സംഭവിക്കുക ഈ രീതിയിൽ പോയാൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, ആദ്യം അജണ്ട നിശ്ചയിക്കുക, മര്യാദയ്ക്കുള്ള രാഷ്ട്രീയ പരമായ തീരുമാനങ്ങൾ എടുക്കുക. അതല്ലാതെ കോൺഗ്രസിനെയും കുറ്റം പറയുക, BJPക്കെതിരെ കേന്ദ്രത്തിനെതിരെ പറയുക, എന്നിട്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു സഹായം പരോക്ഷമായി സ്വീകരിക്കുക. കാരണം എന്താണ്? കേരളത്തിലെ BJP എന്താ പറയുന്നത്? ഇവിടെ കോൺഗ്രസ് തോൽക്കണം. CPM എന്താ പറയുന്നത്? ഇവിടെ കോൺഗ്രസ് തോൽക്കണം. CPMന്റെ ആഗ്രഹം എന്താ? ജയിക്കണം. അപ്പോൾ ആരുടെ വോട്ട് കിട്ടിയാൽ സഹായകമാകും? BJP സഹായിക്കുകയും ചെയ്താൽ എളുപ്പമായില്ലേ? ഇതൊക്കെയാണ് കേരളം കാണുന്നത്. അവിടെയാണ് ജനങ്ങളുടെ മുമ്പിൽ സപ്ലൈകോയും റേഷൻ കടയും ശമ്പളവും പെൻഷനും വരുന്നത്. അവസരം കാത്തിരിക്കുകയാണ് ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യാൻ. അതവിടെ ചെയ്യും.